ദേശീയ മെഡിക്കൽ കമ്മീഷൻ കോഴക്കേസിൽ രാജ്യത്തെ 15ഇടങ്ങളിൽ ED പരിശോധന നടത്തുന്നു. ഡൽഹി, ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് റെയ്ഡ്. 7 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും പരിശോധന നടത്തുന്നുണ്ട്. തൗഫീഖ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, പരിശോധന ഇപ്പോഴും തുടരുകയാണോ EDയുടെ നേതൃത്വത്തിൽ? എന്താണ് ഏറ്റവും പുതിയ വിവരം? അജി, പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ദേശീയ മെഡിക്കൽ കമ്മീഷൻ കോഴക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ EDയും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ വിഷയത്തിൽ CBI കേസ് രജിസ്റ്റർ ചെയ്യുകയും വ്യാപകമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ചില ക്രമക്കേടുകൾ നടന്നതായിട്ട് CBI കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ EDയും കൂടി ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡുകൾ ഇപ്പോൾ രാജ്യത്ത് നടക്കുകയും ചെയ്യുന്നത്. കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ ചില സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ അവരുടെ കോഴ്സുകൾക്ക് അംഗീകാരം ലഭിക്കാനായിട്ടാണ് ഇത്തരത്തിൽ കോഴ നൽകുകയും ആ കോഴ നൽകിയതിനു ശേഷം ഈ കോഴ്സുകൾക്ക് അംഗീകാരം നേടിയെടുക്കുകയുമായിരുന്നുവെന്നാണ് ഇപ്പോൾ EDയുടെ ഒരു കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിവിധ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ പരിശോധന നടക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയിടങ്ങളിലാണ് രാവിലെ മുതൽ തന്നെ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. രാജ്യത്തെ 7 മെഡിക്കൽ കോളേജുകളിലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ CBIയും EDയും അറിയിച്ചിരിക്കുന്നത്. അസമാനമായ രീതിയിൽ ഈ ചില കോളേജുകളിൽ കൂടി ഇപ്പോൾ പരിശോധന തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോഴക്കേസുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെയാണ് ഇതിൽ പങ്കുള്ളത് എന്ന കാര്യത്തിൽ കൂടി ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. NRI സീറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനും വ്യാജ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. CBI ആയിരുന്നു ആദ്യഘട്ടത്തിൽ ഇതിന്റെ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയും വലിയ രീതിയിലുള്ള ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ചില കണ്ടെത്തലുകൾ കണ്ടെത്തിയത്. അതിന് പിന്നാലെയാണ് സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ ഇതിൽ വ്യാപകമായി നടന്നതോടെയാണ് ED കൂടി കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇന്ന് രാവിലെ മുതൽ തന്നെ പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തത്. ചില ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ ഇടപാടുമായി ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവരെ ഉൾപ്പെടെ ED വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നാണ് നിലവിൽ ED വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി, തൗഫീഖാണ് വിവരങ്ങൾ നൽകിയത്.